നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 22-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ കമൻറ്റിനും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാരിൻ്റെ 14-ാം പഞ്ചവത്സര പദ്ധതിക്ക് കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വൻ തോതിലുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഓരോ പ്രദേശത്തും പുരോഗമിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പാർപ്പിട മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഭവനരഹിതരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രഥമ ലക്ഷ്യം. മുൻപ് പണിതിട്ടും പൂർത്തിയാക്കാനായിട്ട് കഴിയാത്ത വീടുകൾക്കും തികച്ചും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലുള്ള പാർപ്പിടങ്ങൾക്കും കൃത്യമായ പരിശോധനകൾക്ക് ശേഷം ഈ ഒരു പദ്ധതിയിലൂടെ സാമ്പത്തിക ധനസഹായം ലഭിക്കാറുണ്ട്. എന്നാൽ വീടുകൾക്ക് ചെറിയ തരത്തിലുള്ള കേടുപാടുകളൊക്കെ മാത്രമാണുള്ളതെങ്കിൽ ലൈഫ് മിഷനിൽ നിന്ന് ധനസഹായം ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് നടപ്പിലാക്കുന്ന മറ്റു ഭവന നവീകരണ പദ്ധതികളെ ആശ്രയിക്കുന്നതാണ് അനുയോജ്യം. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളൊക്കെ തന്നെ കണ്ടറിഞ്ഞാണ് വാർഷിക ഫണ്ടുകളൊക്കെ തന്നെ വകയിരുത്തുന്നത്. കുടിവെള്ളം, റോഡ് വികസനം, കൃഷി, അതോടൊപ്പം തന്നെ പാർപ്പിടം തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് ഇത്തരം സാമ്പത്തിക വിഹിതം വിനിയോഗിക്കാറുണ്ട്. ഓരോ വർഷവും ചേരുന്ന ഗ്രാമസഭകളിൽ വെച്ചാണ് പദ്ധതികളിലേക്കുള്ള ഗുണഭോക്താക്കളുടെ പട്ടികയും പ്രദേശത്തിൻ്റെ പ്രാദേശിക ആവശ്യങ്ങളും അന്തിമമായിട്ട് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഓരോ പൗരനും ഗ്രാമസഭകളിൽ സജീവമായിട്ട് പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതികളിൽ പ്രാഥമിക മുൻഗണന നൽകുന്നത് തന്നെ. ഇതിന് പുറമെ വിധവകൾ, അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ളവർ, വയോജനങ്ങൾ മാത്രം വസിക്കുന്ന വീടുകൾ, അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകും. അപേക്ഷകളൊക്കെ തന്നെ സമർപ്പിച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തുന്ന ഫീൽഡ് തല പരിശോധനകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒരേ രീതിയിലല്ല വികസന പദ്ധതികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത്. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പദ്ധതികളുടെ സ്വഭാവത്തിലും മാനദണ്ഡങ്ങളിലുമൊക്കെ തന്നെ ഓരോ വർഷവും മാറ്റങ്ങൾ വരാം. അതിനാൽ നിലവിൽ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുകളിൽ ഭവന സഹായത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ വാർഡ് മെമ്പർ വഴിയോ അല്ലെങ്കിൽ കൗൺസിലർ വഴിയോ, ഇനി അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ടെത്തിയോ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ വാങ്ങി സമർപ്പിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ ആവേശം അടങ്ങി 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങളെ കാത്തിരിക്കുന്നത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയാണ്. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളും ഉയർന്ന ചൂടും കാരണം KSEB വീണ്ടും വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കടക്കാനായിട്ട് നിർബന്ധരായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ മുൻ ദിവസങ്ങളെക്കാളൊക്കെ 300 മെഗാവാട്ടിലധികം അധിക വൈദ്യുതി ഉപഭോഗം ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് അധികൃതരുടെയൊക്കെ തന്നെ കണക്കുകൂട്ടൽ. മഴ മാറി നിൽക്കുന്നതും അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതും മാത്രമല്ല ഈ പ്രതിസന്ധിക്ക് കാരണം. രാജ്യമൊട്ടാകെ വൈദ്യുതിയുടെ ആവശ്യകത കുത്തനെ ഉയർന്നതോടെ പവർ എക്സ്ചേഞ്ച് വഴിയുള്ള വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല NTPC, അതോടൊപ്പം തന്നെ പവർ പ്ലക്സ് ട്രേഡിംഗ് സൊല്യൂഷൻസ് എന്നിവരിൽ നിന്നൊക്കെ തന്നെ 200 മെഗാവാട്ട് വൈദ്യുതി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും രാത്രിയിലെ കടുത്ത ഉപഭോഗം മറികടക്കാനായിട്ട് ഇത് തികയാതെ വരുന്ന സാഹചര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് സമയങ്ങളിൽ സംസ്ഥാനത്തുടനീളം അരമണിക്കൂറോ അതിൽ കൂടുതലോ ലോഡ് ഷെഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്നും വൈദ്യുതി നിയന്ത്രണങ്ങളൊക്കെ തന്നെ തുടരേണ്ടി വരുമെന്നുമാണ് KSEB ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI അവതരിപ്പിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഇൻ്റർനെറ്റോ മൊബൈൽ നെറ്റ്വർക്കോ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ഇനി തടസ്സമില്ലാതെ UPI പേയ്മെൻറ്റുകൾ നടത്താനാകും. വ്യാപാരികളുടെ പോയിന്റ് ഓഫ് സെയിൽ POS സ്വൈപ്പിംഗ് മെഷീനുകൾ വഴി ഓഫ്ലൈനായിട്ട് ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുന്നതാണ് ഈ ഒരു പരിഷ്കാരം. ഉപയോക്താവിൻ്റെ സ്മാർട്ട് ഫോണിലോ വ്യാപാരിയുടെ ടെർമിനലിലോ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ലഭ്യമല്ലെങ്കിലും ഇടപാടുകൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതിനായിട്ട് പ്രമുഖ POS മെഷീൻ നിർമ്മാതാക്കൾക്ക് ആവശ്യമായ പ്രത്യേക സർട്ടിഫിക്കേഷൻ നൽകാനുള്ള ഒരുക്കത്തിലാണ് NPCI. റേഞ്ച് തീരെയില്ലാത്ത വിമാനങ്ങൾ, അതോടൊപ്പം തന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനുകൾ, വിദൂര മലയോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു സൗകര്യം വലിയ തോതിൽ പ്രയോജനപ്പെടും. നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കാരണം നിലവിൽ പല വിമാന സർവീസുകളിലും ഡിജിറ്റൽ കാർഡ് ഉപയോഗത്തിന് നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ പ്രമുഖ UPI ആപ്പുകളും പ്രമുഖ ബാങ്കുകളും ഈ പുതിയ സാങ്കേതികവിദ്യ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. മുൻപ് NPCI പുറത്തിറക്കിയ UPI ലൈറ്റ് എക്സ് ഫോണുകൾ തമ്മിലും QR കോഡ്, NFC എന്നിവ വഴിയുമൊക്കെ തന്നെ ഓഫ്ലൈൻ
പേയ്മെൻറ്റുകൾക്ക് വഴിയൊരുക്കിയിരുന്നെങ്കിലും റീറ്റെയിൽ ഷോപ്പുകളിലെ പ്രധാന കാർഡ് സ്വൈപ്പിംഗ് മെഷീനുകളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു എന്നതാണ് ഈ പുതിയ സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷത. സാധാരണ ഓഫ്ലൈൻ ഇടപാടുകൾക്ക് RBI നിശ്ചയിച്ച നിലവിലെ പരിധി 500 രൂപയും UPI ലൈറ്റിൽ 1000 രൂപയുമാണ്. എന്നാൽ പുതിയ POS ഓഫ്ലൈൻ രീതിയിൽ ഒരൊറ്റ ഇടപാടിലൂടെ മാക്സിമം 2000 രൂപ വരെ കൈമാറാൻ അനുമതി നൽകാനാണ് NPCI ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊക്കെ തന്നെ ഉടൻ പുറത്തു വരുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഈ ആഴ്ച ആരംഭിക്കുകയാണ്. സർക്കാർ കടമെടുപ്പ് നടപടികളെല്ലാം തന്നെ ഇന്നലെ ജൂലൈ 21-ാം തീയതിയോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി തുക വിതരണം സംബന്ധിച്ചുള്ള ഉത്തരവാണ് പുറത്തു വരേണ്ടതായിട്ടുള്ളത്. അത് ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്നാണ് സൂചന. ജൂലൈ 23, 24, 25 തീയതികളിൽ തന്നെ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് എത്തിച്ചേരുന്നതാണ്. നിലവിൽ പ്രതിമാസ പെൻഷനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപ തന്നെയാണ് നമുക്ക് ഈ മാസവും ലഭിക്കുകയെന്നും വിതരണത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 16-ൽ പരം ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ വഴി പ്രതിമാസം 1600 മുതൽ 2000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. ചില മാസങ്ങളിലാകട്ടെ പെൻഷൻ തുക അത് കുടിശ്ശികയായിട്ടുണ്ടാകാമെങ്കിലും അർഹരായിട്ടുള്ള നമുക്ക് ഈ ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും ഒക്കെ തന്നെ തുടർന്നും മുടങ്ങാതെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം പെൻഷൻ ധനസഹായങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് സർക്കാർ ഇപ്പോൾ 2026-ലെ വാർഷിക പൊതു മസ്റ്ററിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിങ് നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ തന്നെയായിട്ട് ഏതാണ്ട് 14 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്യാനുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്ക്. 2025 ഡിസംബർ 31-ന് മുൻപ് പെൻഷൻ അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം നേടിയ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളെ നേരിട്ടെത്തി മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ കൃത്യമായിട്ട് അംശാദായം അടച്ച് 2026 ജനുവരി 1-ന് ശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് നിലവിൽ മസ്റ്ററിങ്ങിൽ ഇളവുകളുണ്ട്. ഇവർ ഒഴികെയുള്ള മറ്റെല്ലാ ഗുണഭോക്താക്കളും ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാനായിട്ട് നിർബന്ധമായിട്ട് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ മതിയെന്നും 30 രൂപയാണ് ഇതിൻ്റെ ഫീസെന്നും ഓർക്കുക. വരും മാസങ്ങളിലും പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭ്യമാകുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ നിർബന്ധമായിട്ട് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ ഏകദേശം 2 മാസത്തെ സമയം ഇതിനായിട്ട് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളെ തിരക്ക് കൂട്ടാതെ ഈ ഒരു കാലയളവിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. മുതിർന്ന പൗരന്മാരുടെയൊക്കെ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്താൻ ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം എന്നതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളിലൂടെ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾ ബന്ധപ്പെട്ട സൗകര്യപ്രദമായിട്ടുള്ള സമയം മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ടോ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഈ ഒരു മസ്റ്ററിങ് ചെയ്യാനായിട്ട് എത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾക്കായിട്ട് സർക്കാർ ഹോം മസ്റ്ററിങ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സേവനം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിവരങ്ങൾ അതാത് വാർഡ് മെമ്പർമാരെയോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയോ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. സാധാരണക്കാരുടെ മസ്റ്ററിംഗ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായ ശേഷം അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധികളൊക്കെ തന്നെ നേരിട്ട് വീടുകളിലെത്തി ഹോം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് 30 രൂപയാണ് ഫീസായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ വീടുകളിലെത്തി സേവനം നൽകുന്ന ഹോം മസ്റ്ററിങ്ങിന് ഏകദേശം 50 രൂപ മുതൽ 60 രൂപ വരെ നിരക്കിലാണ് ഈടാക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വരാനിരിക്കുന്ന ഓണം പ്രമാണിച്ച് റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ജീവനക്കാർക്കും വലിയ സാമ്പത്തിക ആശ്വാസം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. ഏറ്റവും അർഹരായിട്ടുള്ള മഞ്ഞ അതായത് AY റേഷൻ കാർഡ് ഉടമകൾക്ക് യാതൊരു ചെലവുമില്ലാതെ സൗജന്യ ഓണക്കിറ്റുകൾ നൽകാനായിട്ട് 56 കോടി രൂപ വിനിയോഗിക്കുമ്പോൾ പിങ്ക് കാർഡുകാർക്ക് നിലവിലെ പ്രതിമാസ റേഷൻ വിഹിതം തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതാണ്. കൂടാതെ സാധാരണക്കാരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് കേവലം 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരി അത് നൽകാനും ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനായിട്ട് ധനവകുപ്പ് അനുവദിച്ച 200 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈകോ വഴി വിപുലമായിട്ടുള്ള ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ഇതിലൂടെ മുൻഗണനേതര വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും 250 മുതൽ 300 രൂപ, അതോടൊപ്പം തന്നെ 500 രൂപ, 1000 രൂപ എന്നീ വിലകളിൽ ആകർഷകമായിട്ടുള്ള ഓഫറുകളോടെ തന്നെ 3 തരം പ്രീമിയം ഓണക്കിറ്റുകളും അതോടൊപ്പം തന്നെ സബ്സിഡി സാധനങ്ങളും ലഭ്യമാകുന്നതാണ്. വിപണി ആനുകൂല്യങ്ങൾക്ക് പുറമെയായിട്ട് ലോട്ടറി രംഗത്തും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിലുമൊക്കെ തന്നെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഓണം ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് നിരക്കിൽ തന്നെ മാറ്റമില്ലെങ്കിലും ഒന്നാം സമ്മാന തുകയിൽ 5 കോടി രൂപയുടെ കൂടി ഗണ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ പെൻഷൻകാരുടെയും ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ഉത്സവ ഭത്ത, ഓണം ബോണസ്, കുടിശ്ശികയായിട്ടുള്ള DA, DR ഗഡുക്കൾ എന്നിവയും വരും മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് തുടരുകയാണ്. 2026 ജൂലൈ 21 ഇന്നലെ ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 70 രൂപ കൂടി 13,220 രൂപയിലും പവന് 560 രൂപ കൂടി 1,05,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്.
വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.